ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ വി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കുന്ന രീതി, അതായത് എങ്ങനെയാണ് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ മുടിയെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ്. എന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഈ ഹെയർ കെയർ ചെയ്യുന്നത് ഉലുവ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉലുവ രാവിലെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിയിട്ട് അത് മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല, ഉലുവ മാത്രമേ ഉള്ളൂ. ഉലുവ നമ്മൾ കുതിർക്കാനെടുത്ത വെള്ളവും കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അരയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഈ ഉലുവ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക വിധം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറോളം അത് നമ്മൾ തലയിൽ വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ അരച്ച ഉലുവ നല്ലവണ്ണം നമ്മുടെ തലയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് ഉലുവ നല്ല തണുപ്പാണ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. തണുപ്പടിച്ചാൽ പനി പിടിക്കുന്നവരും പല്ലുവേദന ഇളകും. ഉലുവയുടെ തണുപ്പൊക്കെ നമുക്ക് കണ്ടമാനമായി കഴിയുമ്പോൾ ഉലുവ കറ്റാർവാഴയുടെയൊക്കെ തണുപ്പ് ചെല്ലുമ്പം ചിലർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് പനി പിടിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം വെക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കഴുകിക്കളയാം. പിന്നെ ഷാമ്പു ഉപയോഗിച്ച് കഴുകണമെന്നില്ല, കാരണം ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടി നല്ല ഷാമ്പു ഇട്ടോളം തന്നെ പറന്ന് കിടക്കും. പിന്നെ ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട് ഈ ഉലുവയ്ക്ക്. അപ്പോൾ അതിഷ്ടമില്ലാത്തവർക്ക് ഷാമ്പു ഇട്ട് കഴുകിക്കളയാം. ഷാമ്പു ഇട്ട് കഴുകാതിരിക്കുന്നതായിരിക്കും ഗുണം, കാരണം ആ ഉലുവയുടെ ഗുണം മുഴുവൻ നമ്മൾ കഴുകിക്കളയും. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ ഷാമ്പു ഇട്ട് നല്ലോണം കഴുകി അതിൻ്റെ സ്മെല്ല് കളയാം. കുറച്ച് നേരത്തേക്ക് ആ ഒരു മണം സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗുണം കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മുടിയുടെ തുമ്പത്തൊക്കെ ഇത് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും. ഇപ്പോൾ മുടി നല്ല ഡ്രൈ ആയിരിക്കും എല്ലാവർക്കും. ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ഹെയറിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും.
കഴുകിയതിന് ശേഷം ഉണങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും തലയ്ക്ക് നല്ല തണുപ്പുണ്ട്. നമ്മുടെ തല കണ്ടമാനം വിയർത്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടമാനം ചൊറിച്ചിലും തലയിൽ നല്ലപോലെ ഡാൻഡ്രഫും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് ഇല്ലായിരുന്നു, എങ്കിലും നല്ലപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ വിയർപ്പ് തങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, നല്ല സുഖമുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഷാമ്പു ഇട്ട പോലെ ഇത് പറന്ന് കിടക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.